എന്നിട്ടും അവൻ ജോലി ചെയ്യുന്നു. സുഖല്ല എന്നിട്ടും ജോലി ചെയ്യുന്നു എന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ. അതാണ് നമ്മുടെ സ്പെഷ്യൽ ടിപ്സിലെ 6ാമത്തെ എപ്പിസോഡാണെന്ന്. ഇത് നമ്മൾ പറയുന്ന അതാണ് എന്നിട്ടും എന്ന ഉപയോഗമാണ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അവന് സുഖല്ല, അയാൾക്ക് സുഖല്ല, എന്നിട്ടും അവൻ ജോലി ചെയ്യുകയാണ് ഓഫീസിൽ. എങ്ങനെ പറയണം? ഓ ബിമാർ ഹേ, ഈ ആദ്മി ബിമാർ ഹേ, ഫിർ ഭി ഓ കാം കർ രഹേ, ഓഫീസ് മേ കാം കർ രഹേ, ഫിർ ഭി ഓ ഓഫീസ് മേ കാം കർ രഹേ, എന്നിട്ടും അയാൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. ഓക്കെ, മഴ പെയ്യുകയായിരുന്നു എന്നിട്ടും ഞങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ പറയാം, മഴ പെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ യാത്ര ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. എങ്ങനെ പറയണം? ബാരിഷ് ഹോ രഹി തീ ഫിർ ഭി ഹം ആ രേ, എന്നിട്ടും നമ്മൾ വരികയാണ്. അവിടെ ഫിർ ബി എന്നാണ് ആ സാധനം. ഫിർ ബി എന്നാ പറയാ, ഫിർ ബി എന്നാ കേൾക്കല്. ഓക്കെ, ഫിർ ബി. അപ്പോൾ അടുത്ത കൂടി പറയാം, ഞാൻ അവനെ ഒരുപാട് ഉപദേശിച്ചു. मैंने उसको बहुत एडवाइस दिया है, फिर भी वो नहीं सुना, फिर भी वो नहीं माना. അവൻ അനുസരിക്കുന്നില്ല. മാന എന്നാണ് അനുസരിക്കാണ്. എന്നിട്ടും അവൻ സമ്മതിച്ചില്ല, അനുസരിക്കാന്ന് കർമാന. സുന കേൾക്കുക. ഓക്കെ, ഒരു ഉദാഹരണം കൂടി പറയാം. വഴി ഭയങ്കര കൂടുതലാണ്, വണ്ടിയില്ല. ഹമാരെ പാസ് ഗാഡി നെയ് ഹൈ, രാസ്ത തോ ലംബി ഹൈ, ഗാഡി നെയ് ഹൈ, ഫിർ ഭി ഹം പൈദൽ ഹാരേ. അപ്പം എന്താണ്? ഗാഡി നെയ് ഹൈ, രാസ്ത ബന്ദ് ഹൈ, അല്ലെങ്കിൽ രാസ്ത ലംബ ഹൈ, ഫിർ ഭി ഹം പൈദൽ ഹാരേ. ആ 3 വേർഡ് മനസ്സിലാക്കിയോ? നിങ്ങൾ ആ വാക്കുകളെ എപ്പോഴും ഹൃദിസ്ഥാക്കണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ മനസ്സിലത് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഫിർ ഭി, പിന്നെയും, എന്നിട്ടും എന്ന അർത്ഥത്തിന് നമ്മൾ ഫിർ എന്ന് പറയല്ലോ. ഫിർ ഈ ഫിർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ സംസാര ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ചില്ലാനൊക്കെ വാങ്ങുമ്പോൾ കടയിൽ സാധനം വാങ്ങുമ്പോൾ പിന്നെ ഫിർ ക്യാ ഹേ, ആ സാധനമാണ് ഫിർ ബി. പിന്നെയും എന്ന് അനലൈസ് ചെയ്താൽ കിട്ടും അത് സാധനം. ഓക്കെ, അപ്പം എന്താ പറയുക? അവൻ്റെ കയ്യിൽ പണം കുറവാണ് എന്നിട്ടും അയാൾക്ക് സന്തോഷമാണ്. ചില ആൾക്കാർക്ക് പണം കുറയുണ്ട് വിചാരിച്ചിട്ട് എന്തായാലും സന്തോഷം ഉണ്ടായിക്കൊള്ളുന്നില്ല. പണം ഇല്ലാത്ത ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും ചെയ്യും. അപ്പം എങ്ങനെ പറയാം? ഉസ്കെ പാസ് പൈസ ബഹുത് ഹൈ, ഉസ്കെ പാസ് പൈസ നെയ് എന്ന് ഇല്ല, അല്ലെങ്കിൽ ഉസ്കെ പാസ് പൈസ കം ഹൈ, അയാളുടെ പൈസ ഇല്ല. ഓക്കെ, ഉസ്കെ പാസ് പൈസ കം ഹൈ, ഫിർ ഭി വോ ഖുശ് ഹൈ, അല്ലെങ്കിൽ ഖുശി മേ ഹൈ, രണ്ടും പറയാം. ഫിർ ഭി വോ ഖുശ് എന്നാൽ സന്തോഷത്തിലാണ്. ഉസ്കെ പാസ് പൈസ ഹൈ ബഹുത്, ഫിർ ഭി വോ ഖുശ് നെയ് ഹൈ, അങ്ങനെ പറഞ്ഞൂടെ? അവൻ്റെ അടുത്ത് പൈസ ഭയങ്കരമായിട്ടുണ്ട് എന്നിട്ടും ഓ ഖുശ് നെയ് ഹൈ, അവനൊരു സമാധാനം സന്തോഷമല്ല. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ വീണ്ടും സംസാരത്തിൽ കൊണ്ടുവരിക. അങ്ങനെ ഹിന്ദി ഭാഷ ഹിന്ദിക്കാരെ പോലെ നിങ്ങൾ പഠിക്കുക. കൂടുതൽ പഠിക്കണോ? ഹിന്ദി യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, അതിലും കയറി നോക്കാം. എന്നാൽ നിങ്ങളുടെ ഹിന്ദി ഭാഷ സൂപ്പറാവും. ധന്യവാദ്, ബഹുത് ശുക്രിയ.